സ്വയം അള്ളാഹുവും മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുടെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കുവേൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ജീവിതത്തിൽ ഒരു തവണ പറഞ്ഞാൽ ഈ ബാധ്യതയിൽ നിന്നും ഒഴിവായി കിട്ടും. നിസ്കാരത്തിൻ്റെ അവസാനത്തെ തശഹുദിലും വെള്ളിയാഴ്ചയിലെ ഖുതുബയിലും സ്വലാത്ത് നിർവഹിക്കുന്നത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 ഗുണം അല്ലാഹു തആല ചെയ്യുമെന്നാണ്. അതിൽ നിന്ന് 3 ദുനിയാവിലും 7 പരലോകത്തുമാണ് എന്ന് ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച പകലിൻ്റെ സ്വലാത്തിനെ പറ്റി പറഞ്ഞത്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ എന്നല്ല, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുവീൻ എന്നാണ്. ഈ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പരിധി എത്രയാണ്? അതിനറ്റമില്ല. എത്രയും ചൊല്ലാവുന്നു, എത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഒരാൾക്ക് ചൊല്ലാവുന്നതാണ്. അതിന് യാതൊരു പരിധിയും ഇല്ല. എന്നാൽ ഈ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ വർദ്ധിപ്പിക്കുന്നതിന് അതിൻ്റെ ചുരുങ്ങിയ രൂപത്തിനൊരു പരിധി ഉണ്ടാവുമല്ലോ. അതായത് ഹദ്ദുൽ അദ്ന എന്നാണ് ഇതിന് പറയാം. ഹദ്ദുൽ അദ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ആ കസറത്തിൻ്റെ, ആ ഇക്സാറിൻ്റെ ഏറ്റവും ചുരുങ്ങിയ എണ്ണം എത്ര? ഇവിടെ മഹാനായ ഷെയ്ഖ് അബൂ ത്വാലിബിൽ മക്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ന് പറയുന്ന വിഖ്യാത സൂഫി പണ്ഡിതൻ, സാഹിദ്, തസവുഫിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാത തസവുഫിൻ്റെ കിതാബായ ഖൂത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത്, 300 സ്വലാത്താണ് ഇക്സാർ ചെയ്തു എന്നതിന് ചൊല്ലേണ്ട എണ്ണം എന്നാണ്. അതായത് 300 സ്വലാത്തിൽ താഴെ വരുന്ന സ്വലാത്ത് ഇക്സാറിൽ വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള, ആവശ്യപ്പെട്ടിട്ടുള്ള കസ്റത്തു സ്വലാത്ത്, ഇക്സാറു സ്വലാത്ത് കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 300 എണ്ണമെങ്കിലും ചൊല്ലിയിരിക്കണം എന്നാണ്. അദ്ദേഹം ചില്ലറക്കാരനല്ല കേട്ടോ. അദ്ദേഹം 1061 കൊല്ലം മുമ്പ് വഫാത്തായി പോയ മഹാനാണ്. 1000 കൊല്ലങ്ങൾക്കപ്പുറം ജീവിച്ച് മരിച്ചു പോയ മഹാനായ പണ്ഡിതൻ ഇമാം അബൂ ഹാമിദ് ഖസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി തൻ്റെ വിഖ്യാത ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ ത്വാലിബിൽ മക്കി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ പരാമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും പരിഗണനീയനായ മഹാപണ്ഡിതനും സൂഫിയുമായ ഒരു മഹാനാണ് ഷെയ്ഖ് അബൂ ത്വാലിബിൽ മക്കി എന്ന് പറയുന്ന മഹാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 300 എണ്ണം ചൊല്ലണമെന്ന, 300-ൽ താന്നു പോയാൽ പിന്നെ അതിന് ഇക്സാർ ചെയ്തു എന്ന് പറഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പലതും ഞാൻ പരിശോധിച്ച് നോക്കിയെങ്കിലും ഇങ്ങനൊരു പരിധി, 300 എന്നൊരു പരിധി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിധി ഇക്സാറിന് പറഞ്ഞതായി കണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം അത്ര ചില്ലറക്കാരനല്ല. ഇമാം ഖസാലി വരെ പരിഗണിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്. 1061 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചു പോയ മഹാനാണ്. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഖൂത്തുൽ ഖുലൂബ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലാണിത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നേർച്ചപ്പെട്ടിയൊക്കെ ഉണ്ടാക്കി വെള്ളിയാഴ്ച രാവിൻ്റെ സ്വലാത്തിലേക്കുള്ള നേർച്ചപ്പെട്ടി നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിലേക്ക് ചീരണി വരും, പായസം വരും, സ്വലാത്തിനായിട്ട് ഇരിക്കലാണ്. ആ സ്വലാത്തിലേക്ക് പലരും നേർച്ചാക്കലുണ്ട്. എങ്കിൽ വെള്ളിയാഴ്ച രാവ് എന്ന പേര് പറഞ്ഞിട്ട് അന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരുമിച്ച് കൂടൽ. അന്ന് സ്വലാത്ത് ചൊല്ലല്ല വേണ്ടി, വർദ്ധിപ്പിക്കുക വേണ്ടി. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ
100 സ്വലാത്തോ 101 സ്വലാത്തൊക്കെയാണ് നമ്മളെ പള്ളികളിൽ സാധാരണ ചൊല്ലി വരാറുള്ളത്. ഞാനും അങ്ങനെയാണ് ഇതുവരെ നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലിയാലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ട ഇക്സാർ ആവുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം. പിന്നെ 1000 പറഞ്ഞ പോലുണ്ട്. 1914 മക്കയിൽ വഫാത്തായി പോയ അലാവുദ്ദീൻ പിന്നെ അലി ബിൻ ഹിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈ അടുത്താണ് 1914 മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ ഹിദായത്തു റബ്ബി എന്ത ഫഖദിൽ മുറബ്ബി എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം 1000 ഉണ്ടെങ്കിലേ ഇക്സാർ ആവുള്ളൂ, 1000 കുറഞ്ഞാൽ പിന്നെ ഇക്സാർ എന്ന് പറയുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ ഇത് പിടിക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ ത്വാലിബിൽ മക്കി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അഭിപ്രായം അത് പരിഗണിച്ചിട്ട് ഒരു 300 ചൊല്ലണം എന്നാണ് അഭിപ്രായം. അല്ലാഹു തആല സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ പള്ളികളിലൊരു മാറ്റം വരുത്തിയാൽ ഒരു വലിയ ഗുണമായിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടത് ചുരുങ്ങിയ തോതിലെങ്കിലും നിർവഹിച്ചു എന്ന് നമുക്ക് പറയാം.